പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചെടി കുറുന്തോട്ടി അല്ലെങ്കിൽ ബല എന്ന സംസ്കൃത പേരുള്ള സിഡ ഫാമിലിയിലുള്ള സിഡ റെറ്റ്യൂസ എന്ന് പറഞ്ഞ ചെടിയാണ്. കുറുന്തോട്ടി നമുക്കെല്ലാവർക്കും അറിയാം. പല പഴഞ്ചൊല്ലുകൾ നമ്മൾ കുറുന്തോട്ടിയെക്കുറിച്ചുണ്ട്. കുറുന്തോട്ടിക്കും വാദമോ എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകളുണ്ട്. കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ള പ്രയോഗം നമ്മൾക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കുറുന്തോട്ടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിഡ കോർഡിഫോളിയ എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ഫ്ലാനൽ വീഡ് എന്നാണ്. കുറുന്തോട്ടി പല വിധമുണ്ട്. ആയുർവേദത്തിൽ ബല എന്ന പേരിലാണ് കുറുന്തോട്ടി അറിയപ്പെടുന്നത്. ബല നമുക്കറിയാം, ബലം അല്ലേ, ശരീരബലം എന്ന് പറയുന്നത് പോലെ ഈ പേരിനും ഒരു അർത്ഥമുണ്ട്. ബല എന്ന് പറയുമ്പോൾ നമ്മുടെ ബലം കൊടുക്കുന്നത്, ഇത് വേരിന് നല്ല ബലമുള്ളത് കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ബല എന്നുള്ള പേരുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ഓജസ്സും ബലവും കൊടുക്കുന്നത് കൊണ്ട് ബല എന്നുള്ളൊരു പേര് ഈ കുറുന്തോട്ടിക്കുണ്ട്. ബല ചതുഷ്ടയം എന്നാണ് ആയുർവേദത്തിൽ പൊതുവെ കുറുന്തോട്ടി അല്ലെങ്കിൽ ബലയെക്കുറിച്ച് പറയുന്നത്. അതായത് ബല, അതിബല, മഹാബല, നാഗബല എന്നിങ്ങനെ 4 തരത്തിൽ കുറുന്തോട്ടിയെ പറ്റി ഇങ്ങനെ 4 തരത്തിലുള്ള കുറുന്തോട്ടി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 4 തരത്തിലുള്ള ബല ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വള്ളിക്കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി ഒക്കെ ഇതിൻ്റെ ഭേദങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. മാൽവേസിയെ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ കുടുംബത്തിലുള്ള ഒരു സസ്യമാണ് കുറുന്തോട്ടി എന്നുള്ളത്. വളരെ അധികം പൊക്കത്തിൽ വളരാത്ത ഒരു കുറ്റിച്ചെടിയായിട്ടാണ് ഇത് കൂടുതലും കാണുന്നത്. കുറുന്തോട്ടിയുടെ പ്രധാനപ്പെട്ട ഔഷധ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ വേരാണ്. എങ്കിലും നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ ചേർക്കുമ്പോൾ അത് സമൂലം അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലായും കുറുന്തോട്ടിയുടെ വേരാണ് ഔഷധമൂല്യമുള്ളത്. ഇന്ത്യയാണ് കുറുന്തോട്ടിയുടെ സ്വദേശം. ആനക്കുറുന്തോട്ടി, വെള്ളക്കുറുന്തോട്ടി, നീലക്കുറുന്തോട്ടി എന്നീ തരത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ആനക്കുറുന്തോട്ടിയാണ് ഏറ്റവും കൂടുതലായി നമുക്ക് പറമ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. കുറുന്തോട്ടിയുടെ വേരുകളിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യമുള്ളത്. ആയുർവേദത്തിൽ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന നമ്മൾ ധാന്വന്തരം തൈലം അല്ലെങ്കിൽ ധാന്വന്തരം ഘൃതം, അതുപോലെ തന്നെ ക്ഷീരബല, ബലാരിഷ്ടം എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങളുടെ ഒരു പ്രമുഖ ചേരുവയാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പുറമേക്ക് ഇടുന്ന, ശരീരത്തിന് ബലം നൽകാനായിട്ട് നമ്മൾ പഞ്ചകർമ്മത്തോടൊപ്പം ചെയ്യുന്ന സഹായകരമായ ക്രിയകൾ, അതായത് പൂർവ്വ പശ്ചാത് ക്രിയകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഉഴിച്ചിൽ പിഴിച്ചിൽ എന്നൊക്കെ പറയുന്ന ക്രിയകൾ, കിഴിയൊക്കെ ഇടാനായിട്ട് ഈ കുറുന്തോട്ടിയുടെ പാൽക്കഷായം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറുന്തോട്ടി വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു ചെടിയാണ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ കുറുന്തോട്ടിക്കും വാദമോ എന്ന് പറയുന്നത് പോലെ കുറുന്തോട്ടി വാതരോഗങ്ങളിൽ ഏറ്റവും അഗ്രമായിട്ടുള്ള ഒരു ഔഷധമാണ്. കുറുന്തോട്ടിയുടെ വേരിൽ പലതരം സ്റ്റിറോയിഡുകളും നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്ന പല ഘടകങ്ങളുമുണ്ട്.
അപ്പോൾ അത് നമ്മൾ പാൽ കഷായമായിട്ടോ അല്ലെങ്കിൽ അല്ല മറ്റ് രീതിയിലുള്ളിലെത്തുമ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ശരീരത്തിൽ ഇപ്പോൾ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ വേദന ഉള്ള അവസ്ഥകൾ, തേയ്മാനം കൊണ്ടുള്ള അവസ്ഥകൾ, അതുപോലെ തന്നെ നടുവേദന, അതിനെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി. അതുകൂടാതെ ഗർഭിണികളിൽ ഗർഭകാല ചര്യയിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു ചെടി കൂടിയാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി ഒരു മാസാനുമാസ ഒരു ഗർഭിണി ചര്യ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് കുറുന്തോട്ടി ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രസവ ശുശ്രൂഷ ചികിത്സയിൽ കുറുന്തോട്ടിക്ക് ഒരു വലിയ പങ്കുണ്ട്. കുറുന്തോട്ടിയുടെ വേരിനും ഇലയ്ക്കും കയ്പ് കലർന്ന ഒരു മധുരരസമാണ്. ഇത് ആമവാദം, വായുകോപം എന്നീ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഔഷധമാണ്. കുറുന്തോട്ടിയുടെ വേരുകളിൽ കൂടുതലായി കാണപ്പെടുന്ന സംയുക്തങ്ങളാണ് എഫിഡ്രൈൻ, സ്യൂഡോ എഫിഡ്രൈൻ. ഇത് കൂടുതൽ ഔഷധ ഗുണം ഉള്ളതാണ്. ആസ്മ, ബ്രോങ്കൈറ്റിസ്, മൂക്കടപ്പ് മുതലായ രോഗങ്ങൾക്ക് കുറുന്തോട്ടി ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. കൂടാതെ പുതിയ പഠനശാസ്ത്രങ്ങളിൽ ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. കുറുന്തോട്ടി നമ്മുടെ ചുറ്റുപാടും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അത് തൈലം കാച്ചി ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ കുറുന്തോട്ടി കാണാം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണും. കുറുന്തോട്ടി നമുക്ക് വേരോടുകൂടി എടുത്തിട്ട് ആ വേരിൻ്റെ ഭാഗം മാത്രമായിട്ടോ അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നമുക്ക് എടുത്ത് ഉണക്കി സൂക്ഷിക്കാം. എന്നിട്ട് ആ വേര് നന്നായി കൊത്തി അരിഞ്ഞ് നമുക്കത് അരച്ച് കൽക്കം എന്നാണ് ആയുർവേദത്തിൽ അരച്ച് കിട്ടുന്നതിന് പറയാം. കൽക്കമാക്കിയും അത് തന്നെ നമുക്ക് കഷായമാക്കിയും വെള്ളം തിളപ്പിച്ച് കഷായ രൂപേണ ചേർത്ത് എള്ളെണ്ണ, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നറിയപ്പെടുന്ന എണ്ണയിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അത് പാകം ചെയ്ത് നമുക്ക് തൈലമായിട്ട് പുറമേക്ക് ഉപയോഗിക്കാം. വേദനയ്ക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ്. നമുക്ക് കുറുന്തോട്ടി തന്നെ പലതവണ ഭാവന ചെയ്ത് അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിൽ പല ഫലപ്രദമായിട്ടുള്ള പ്രയോഗങ്ങളും ചെയ്യാറുണ്ട്. അതിന് ക്ഷീരബല എന്നൊക്കെ പറയും. ക്ഷീരബല 7 ആവർത്തി, 21 ആവർത്തി, അല്ലെങ്കിൽ 41 ആവർത്തി, 101 ആവർത്തിയൊക്കെ ഉണ്ട്. ക്ഷീരബല എന്ന് പറഞ്ഞാൽ ഈ തൈലം വളരെ ആയുർവേദത്തിൽ ഇപ്പോൾ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഒരു വശം തളർന്നിരിക്കുക അല്ലെങ്കിൽ പാരാലിസിസ് അങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം വാതികം ആയിട്ടുള്ളൊരവസ്ഥയായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. അത്തരം അവസ്ഥകളിൽ ശരീരത്തിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ക്ഷീരബല എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാവുന്ന ഒരു വസ്തുവാണ് ഈ കുറുന്തോട്ടി എന്ന് പറയുന്നത്. അത് പാല്, കുറുന്തോട്ടി, തൈലം എന്നിവ പല തവണയായിട്ട് നമ്മൾ ആ തൈലം ഒരു തവണ തന്നെ എടുത്തിട്ട് അതിനകത്ത് ഇത് ചേർത്ത് വീണ്ടും ആവർത്തിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണ് ക്ഷീരബല എന്ന് പറയുന്നത്. അത് വൈദ്യനിർദ്ദേശത്തോടെ നമുക്ക് അകത്തേക്കും പ്രത്യേക അവസ്ഥയിൽ ഉപയോഗിക്കാവുന്നതാണ്. അകത്തേക്ക് ഉപയോഗിക്കുമ്പോഴും തേയ്മാനം കൊണ്ടുള്ള പ്രയാസങ്ങൾ മാറുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് കുറുന്തോട്ടിയെ തിരിച്ചറിയേണ്ടതെന്ന് നോക്കാം. നേർത്ത തണ്ടുകൾ ആയ ഇത് പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. എന്നാൽ പ്രായമേറിയ തണ്ട് തവിട്ടും പച്ചയും നിറം കലർന്നതാണ്. ഇനി ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ലീഫുകളാണ്. മാത്രവുമല്ല അതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും. ഏകദേശം 3.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ഇലയുടെ നീളം വരുന്നത്. ഇലയുടെ നിറം ഇളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇലയുടെ ടിപ്പ് ഭാഗത്ത് പല്ലിൻ്റെ ആകൃതിയിൽ ഇറഗുലർ ആയിട്ടുള്ള ചില പോർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും. മറ്റ് ഇലകൾക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇലകളുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അതായത് ഒരു നോഡിൽ നിന്നും ഇപ്പുറത്തെ നോഡിൽ നിന്നും വേറൊരു ലീഫ് കാണാൻ സാധിക്കും. അതേസമയം ഈ സസ്യത്തിൽ ഈ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരില കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും അടുത്ത ഇല വരുന്നത്.
ഈ ചെടി എന്ന് പറയുന്നത് കുറ്റിച്ചെടിയായിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം 50 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാണുന്നു. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് 5 ഇതളുകളുള്ള പൂക്കളാണ്. പൂക്കളുടെ മധ്യഭാഗത്ത് കടും ഓറഞ്ച് നിറത്തിലും കാണപ്പെടുന്നു. മധ്യഭാഗത്ത് തന്നെ ആന്തേഴ്സ് ഉണ്ട്, അത് കടുത്ത മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കുറുന്തോട്ടിയും ഇഞ്ചിയും അല്ലെങ്കിൽ ചുക്കും കൂടെ ചേർത്തിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഹൃദ്രോഗം പോലുള്ള അവസ്ഥകളിലും ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം നമുക്ക് കുറുന്തോട്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടിൻ്റെ അവസ്ഥ, വിട്ടുമാറാത്ത ചുമ, അതായത് കഫം ഇല്ലാതെ ഉള്ള ചുമ, നമ്മുടെ ഉരക്ഷതം പോലുള്ള അവസ്ഥകളിലും ക്ഷതം പോലുള്ള അവസ്ഥകളിലും നമുക്ക് കുറുന്തോട്ടി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി കുറുന്തോട്ടി എന്നുള്ള ഈ ചെടിയിലേക്ക് നമുക്ക് കൂടുതൽ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ ഈ കുറുന്തോട്ടിയെ പറ്റി പറയുമ്പോൾ അതിന് പല വിഭാഗങ്ങളുണ്ട്. പലതരം കുറുന്തോട്ടികൾ ഇന്ന് പണ്ട് തൊട്ടേ തന്നെ അവൈലബിൾ ആണ്. അതിൽ ആയുർവേദ രീത്യ പ്രധാനമായിട്ടും ബല അല്ലെങ്കിൽ കുറുന്തോട്ടി, അതിബല, അതുപോലെ നാഗബല, മഹാബല എന്നിങ്ങനെ 4 വിഭാഗങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി, അതുപോലെ തന്നെ വള്ളിക്കുറുന്തോട്ടി എന്നിങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉള്ളിൽ ഉപയോഗിക്കുന്നത്, കേരളത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സിഡ എന്ന കുടുംബത്തിലാണ് പ്രധാനമായിട്ടുള്ള കുറുന്തോട്ടികൾ കാണുന്നത് എന്ന ജനസിലാണ്. അതിൽ സിഡ റെറ്റ്യൂസ എന്നുള്ള ചെടി അല്ലെങ്കിൽ സിഡ വെറോണിക്ക ഫോളി എന്ന് പറയുന്ന ചെടിയാണ് കേരളത്തിൽ കുറുന്തോട്ടി എന്നുള്ള രീതിയിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കോർഡിഫോളിയ, ഹൃദയാകൃതിയിലുള്ള ചെടിയും കുറുന്തോട്ടിയായിട്ട് അവിടെ അംഗീകരിക്കപ്പെടുന്ന ആ ചെടിയാണ്. അല്ലാതെ നമ്മൾ കേരളത്തിൽ മറ്റ് കുറുന്തോട്ടിയുടെ വെറൈറ്റി ആയിട്ടുള്ള വള്ളിക്കുറുന്തോട്ടി, അതുപോലെ തന്നെ മഹാബല അല്ലെങ്കിൽ കുറുന്തോട്ടി പല വെറൈറ്റീസ് ഉണ്ട്. അതിന് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ഈ സ്പെസിമെൻ എന്ന് പറയുന്നത് സിഡ റോംബിഫോളിയ എന്ന് പറയുന്ന ചെടിയാണ്. പേര് നമ്മുടെ ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകും. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കൊണ്ടാണ് റോംബിഫോളിയ, അതായത് റോംബസ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ചതുരത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഇല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സിഡ റോംബിഫോളിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഓരോ കുറുന്തോട്ടിയുടെ ഭേദത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ നമുക്ക് പുറമേക്ക് ഇപ്പം നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കുറുന്തോട്ടിയുടെ ഇല കൊണ്ട് ഉള്ള ഒരു പ്രയോജനമാണ്. ഇപ്പോൾ ഇലകളിൽ ഉപയോഗിക്കുമ്പോൾ ഈ താളിയായിട്ട് നമ്മുടെ തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് കുറുന്തോട്ടിയുടെ ഇല നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇതിൽ ഏത് വെറൈറ്റി ഉപയോഗിച്ചാലും വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമുക്കപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചെടി എടുത്തേക്കുന്നത്. ഇത് സിഡ റോംബിഫോളിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. താളിയായിട്ട് ഉപയോഗിക്കാൻ വേറൊരു കാരണവും കൂടെ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് താളിയായിട്ട് ഉപയോഗിക്കുന്ന ചെമ്പരത്തി ഇല താളിയാണ് അല്ലേ. ആ ചെമ്പരത്തിയുടെ ഫാമിലി ആയിട്ടുള്ള മാൽവേസിയ കുടുംബത്തിലെ ഒരു അംഗം കൂടെയാണ് കുറുന്തോട്ടി. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് താളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. താളി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, സാധാരണയായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ അടർത്തിയെടുത്ത് നമുക്ക് നന്നായിട്ട് ചതയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ചതച്ചിട്ട് നമുക്കത് വെള്ളം ചേർത്ത് ഇലയോടൊപ്പമോ അല്ലെങ്കിൽ അത് ഇല അരിച്ചിട്ടോ നമുക്ക് താളിയായിട്ട് തലയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. നമുക്ക് ഇലകൾ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. കുറുന്തോട്ടിക്ക് പല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട്. നമുക്ക് ഇല തന്നെ പുറമേക്ക് ചില നീർക്കെട്ടിനൊക്കെ നീര് കുറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഇല അരച്ചിട്ട് നമുക്കത് പേസ്റ്റ് രൂപയാണ് പുറമേക്ക് ഉപയോഗിക്കാം. പല രീതിയിൽ പ്രയോഗിക്കുന്നവരുണ്ട്. ചിലയിടത്ത് ഉള്ളിലും ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ ഉള്ളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇല. നമ്മൾ ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ സമൂലമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സമൂലം എന്ന് പറയുമ്പോൾ ചെടി മൊത്തത്തിൽ ഉപയോഗിക്കാറുണ്ട്. വേരും ഇലയും തണ്ടും എല്ലാം ഉൾപ്പെടെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അങ്ങനെയും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇല നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് ചതച്ച്
അല്പം വെള്ളം ചേർത്താൽ നല്ലതായിരിക്കും. നന്നായിട്ട് ചതയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചും എടുക്കാനായിട്ട് പറ്റും. വളരെ സൗകര്യമായിരിക്കും. നമ്മൾ ചെമ്പരത്തി ഇലത്താളി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതും ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണയായിട്ട് നമ്മൾ താളി തലയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജലദോഷവും കഫക്കെട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ജലദോഷം കഫക്കെട്ടും വരാൻ സാധ്യതയുള്ളവർ താളി അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രാസ്നാദി പൊടി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും കുളിച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ചതച്ചത് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വളരെ കുറച്ച് അളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കാണുമ്പോഴറിയാം ചെമ്പരത്തിയുടെ ഇലയുടെ താളിയുടെ ഒരു കൺസിസ്റ്റൻസി ഇതിനുണ്ട്. ചെറിയൊരു വഴുവഴുപ്പ് നമുക്കിതിന് അനുഭവപ്പെടാം. നമ്മുടെ തലമുടിയിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ പ്രകൃതിദത്തമായിട്ട് നമ്മുടെ മുറ്റത്തുള്ളൊരു ചെടി തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇത് ചെമ്പരത്തിയുടെ ഒപ്പം ഉപയോഗിക്കുന്നതുകൊണ്ടും തെറ്റില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറുന്തോട്ടി മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് സിഡ റോംബിഫോളിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതാണ് സിഡ റെറ്റ്യൂസ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് നമ്മൾ ആ ചെടി ഉണക്കിയ പരുവത്തിലുള്ളതാണ്. ഒരു ചെടി വേരോടെ എടുത്ത് ഉണക്കിയെടുത്തതാണ്. റെറ്റ്യൂസ എന്ന് നമ്മൾ കുറുന്തോട്ടിയായിട്ട് മരുന്നായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചെടിയുടെ അവസ്ഥയാണിത്. ഉണക്കിയ ചെടിയാണ്, അത് വേരോട് കൂടി ഉള്ള ചെടിയാണ്. അപ്പോൾ നമ്മൾ കുറുന്തോട്ടി വാതരോഗങ്ങളിലും അതുപോലെ തന്നെ അധികം വേദന, ശരീരത്തിന് മുട്ടുവേദന, സന്ധികളിലുള്ള വേദനയ്ക്കൊക്കെ മാറാനും അതുപോലെ തന്നെ അധികം രക്തം പോകുക അങ്ങനെയുള്ള അവസ്ഥകളിലും എല്ലാം നമ്മൾ കുറുന്തോട്ടി കഷായമായിട്ടും അകത്തേക്കും പുറത്തേക്കും ഒക്കെ ഉള്ള പ്രക്രിയകൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കുറുന്തോട്ടി പാൽ കഷായം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ്. കുറുന്തോട്ടി പാൽ കഷായം നമുക്കറിയാം, നമ്മുടെ ഗർഭിണി ചര്യ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് തൊട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കഷായമാണ് കുറുന്തോട്ടി പാൽ കഷായം എന്ന് പറയുന്നത്. അത് നമ്മൾ പല നാട്ടിൽ പല രീതിയിലാണ് പറയുന്നത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ട്. പല കാലങ്ങളിൽ ചിലയിടത്ത് ആദ്യ മാസം തൊട്ട് തന്നെ ഉപയോഗിക്കാൻ പറയാറുണ്ട്. എങ്കിലും ഏറ്റവും കുറച്ചുകൂടെ സുരക്ഷിതമായ രീതി ഒരു 5-ാം മാസം അതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഈ പാൽ കഷായമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു ക്ഷതം, അതായത് നെഞ്ചിനുള്ളിലുള്ള ക്ഷതം പറ്റുക, അല്ലെങ്കിൽ ചതവ്, അല്ലെങ്കിൽ നമ്മുടെ എല്ല് പൊട്ടുക, അങ്ങനെ അത്തരം അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറുന്തോട്ടി പാൽ കഷായം നമുക്ക് ഉണ്ടാക്കുന്ന വിധം മനസ്സിലാക്കാം. ഈ ചെടി ഉണക്കിയാൽ നമുക്ക് ഫ്രഷായിട്ടുള്ള ചെടിയും ഉപയോഗിക്കാനായിട്ട് പറ്റും. ചെടി എടുക്കുക, നന്നായിട്ട് കഴുകി അതിലെ മണ്ണും മറ്റു അംശങ്ങളും മാറ്റുക, അതിൽ മറ്റ് ജീവികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഒന്നിൽ നമുക്ക് ഉണക്കി സൂക്ഷിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളത് ഫ്രഷായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി അത് നമുക്ക് ഇച്ചിരി വേര്, നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ബലമുള്ള വേരാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൈ കൊണ്ട് മുറിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചതച്ച് തന്നെ ഉപയോഗിക്കാം. നമ്മൾ മുറിച്ച് ചേർത്ത് തനി പൗഡറായിട്ട് ആക്കണം എന്നില്ല. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒത്തിരി അളവുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതങ്ങനെ അത്തരത്തിൽ മില്ലിൽ പൊടിച്ച അളവിലുള്ളതാണ്. നമ്മുടെ നന്നായി ചതച്ച അളവിലുള്ള കുറുന്തോട്ടിയാണ്. ഇത് സമൂലമായിട്ട് അതിൻ്റെ വേരോടുകൂടി ചതച്ച കുറുന്തോട്ടിയാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ പാൽ കഷായം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആയുർവേദത്തിൽ പാൽ കഷായം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രയോജനം? പാൽ കഷായം ആകുമ്പോൾ അത് കുറച്ചുകൂടെ ദഹിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ കഷായത്തിൻ്റെതായ ഒരു കാഠിന്യം ഉണ്ടാകത്തില്ല. കുറച്ചുകൂടെ സൗമ്യമായിട്ടുള്ള ഒരു രീതിയിൽ അതിന് നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ കഷായമൊക്കെ കുടിക്കാൻ മടിയുള്ളവർക്കായാലും അതുപോലെ തന്നെ ഗർഭിണികൾ അല്ലെങ്കിൽ പ്രായമായവർക്ക് അത്തരം ആൾക്കാർക്ക് പാൽ കഷായ രൂപേണ നമുക്ക് മരുന്നുകൾ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുറുന്തോട്ടി പാൽ കഷായം. അപ്പോൾ പാൽ കഷായം ഉണ്ടാക്കാൻ തന്നെ പല രീതിയിലുള്ള പല വിധികൾ പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഉദ്ദേശം ഒരു 10-15 ഗ്രാം കുറുന്തോട്ടിയുടെ
കുറുന്തോട്ടി സമൂലം ഉണക്കി പൊടിച്ച വേര്, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് അതിനനുസരിച്ച് ക്രമപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേര് എടുക്കുക, പാത്രത്തിലേക്ക് ഇടുക. നമുക്കറിയാം ഒരു ഏകദേശം അളവ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. 2-3 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിൽ നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. എന്നിട്ട് നമ്മളാദ്യം എന്താണ് ചെയ്തത്, നമ്മൾ ഈ കുറുന്തോട്ടി ഒന്ന് ഫ്രഷ് ആണെങ്കിൽ നമ്മൾ ചതച്ച് അതിനകത്ത് ചേർത്തു, അല്ലെങ്കിൽ ഉണങ്ങിയതാണെങ്കിൽ അതിൻ്റെ പൊടി അല്ലെങ്കിൽ ചതച്ച സാധനം നമ്മൾ ചേർത്തു. അതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിക്കുക. നമ്മളിപ്പോൾ കുറുന്തോട്ടിയുടെ പൊടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമ്മളിപ്പോൾ 2ാമത്തെ ഗ്ലാസ് വെള്ളം ചേർക്കുന്നതിന് മുന്നേ എത്രയാണ് ഇപ്പോൾ ഒഴിച്ചതെന്നുള്ള അളവ് നമ്മളൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിക്കോ വടിയോ അല്ലെങ്കിൽ നമ്മുടെ തവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മുക്കി ആ മാർക്ക് എത്രയുണ്ടെന്ന് അളവ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഈ അളവിലേക്കാണ് ഈ കഷായം തിളപ്പിക്കുമ്പോൾ വറ്റിക്കണം. അങ്ങനെ അളവ് നോക്കിയതിന് ശേഷം 2ാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി നമ്മളിത് തിളപ്പിച്ച് കഷായം ഉണ്ടാക്കണം. തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം തീ ഫ്ലെയിമിൽ നമ്മൾ ഇത് വെക്കാൻ പാടില്ല. ഒരു ചെറിയ തീയാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇതിനുള്ള കണ്ടൻറ്റ് നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, ബാഷ്പീകരിച്ച് നഷ്ടപ്പെടാതെ അധികം വെന്ത് പോകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ചെറിയ തീയിൽ നമ്മളത് പാകം ചെയ്യുക. നമ്മളപ്പോൾ അളവ് നേരത്തെ മാർക്ക് ചെയ്ത കയ്യിലുണ്ട്, എത്ര അളവാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം അളവുണ്ടാകും. ചെറിയ രീതിയിൽ വ്യത്യാസം വന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ അളവിലേക്ക് 1 ഗ്ലാസ് അളവിലേക്ക് നമ്മളത് വറ്റിക്കുക. അങ്ങനെ നമ്മൾ വറ്റിച്ച കുറുന്തോട്ടി കഷായം നമുക്കിവിടെ കാണാം. വറ്റിച്ച കുറുന്തോട്ടി കഷായം നമ്മളൊന്ന് അരിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ കഷായമായിട്ട് കിട്ടും. ഈ പാൽ കഷായം ഉണ്ടാക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലരെല്ലാവരും ഒറ്റ സ്റ്റെപ്പിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചേർത്തതുപോലെ അതിനോടൊപ്പം പാല് ചേർത്ത് നമുക്ക് പാൽ കഷായമായിട്ട് ഉണ്ടാക്കാം. ഈ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇതിന് നമുക്ക് പാല് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഈ കഷായവും പാലും ഉണ്ട്, ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് പാലെടുത്ത അളവ് രണ്ടും സമമായിട്ടാണ് നമ്മൾ എടുത്തത്. ആ പാലളവിലായിട്ട്, അതായത് 1 ഗ്ലാസ്സിലേക്ക് തന്നെ നമ്മളതൊന്ന് വറ്റിക്കുമ്പോൾ നമുക്ക് പാൽ കഷായം, കുറുന്തോട്ടി പാൽ കഷായം നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് 3 മണി, ഗർഭിണികളൊക്കെ ആണെങ്കിൽ 3 മണി 4 മണി ആ സമയത്ത് നമുക്ക് കഷായമായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ രാവിലെ തന്നെ കഴിക്കാം. രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ കഷായം അല്ലെങ്കിൽ ആൾറെഡി നമ്മൾ ഛർദിലൊക്കെ ഉണ്ടായി ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ചിലപ്പോൾ കഴിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ആ വയറിന് അത്ര പ്രയാസം വരുന്നതല്ല. അങ്ങനെ നമുക്ക് പാൽ കഷായമായിട്ട് കുടിക്കാം. ഇത് കൂടാതെ നമുക്ക് ക്ഷതം അങ്ങനെ ഏറ്റവർക്കും അല്ലെങ്കിൽ കഫക്കെട്ട് ഉള്ളപ്പോഴല്ല, കഫക്കെട്ടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ദീർഘനാളം നിൽക്കുന്ന ക്ഷയം അതുപോലുള്ള അവസ്ഥകളിലും നമുക്ക് ഈ പാൽ കഷായം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ടത് വൈദ്യനിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഗർഭിണികളാണെങ്കിലും പല അസുഖങ്ങളും പല അവസ്ഥകളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വൈദ്യനിർദ്ദേശം അനുസരിച്ച് പാൽ കഷായം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഏത് മാസം തൊട്ട് എന്ന് ഉപയോഗിക്കുന്നു, ചിലർ ആദ്യ മാസം തൊട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരിൽ ആദ്യ മാസം തൊട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ അവരുടെ കുഞ്ഞിന് കുറച്ചുകൂടെ വണ്ണം ഒക്കെ അനുഭവപ്പെടാറുണ്ട്, വെയിറ്റ് കൂടാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് പ്രയാസകരമായിട്ട് മാറാം. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലം അത്ര നല്ലതായിരിക്കത്തില്ല. എങ്കിലും ഒരു 5-ാം മാസത്തിന് ശേഷം, 5-ാം മാസം അതിനുശേഷം ഉപയോഗിക്കുന്നത് നമ്മുടെ സുഖപ്രസവത്തിനും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും വളരെ നല്ലതായിരിക്കും. മാത്രമല്ല ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷതം, ശരീരത്തിലെ ക്ഷതം ഒക്കെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വൈദ്യനിർദ്ദേശം അനുസരിച്ച് മാത്രം ഇത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭാരം കൂടുതലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇതാണ് കുറുന്തോട്ടി പാൽ കഷായം ഉണ്ടാക്കുന്ന വിധി. ഇതാണ് കുറുന്തോട്ടി പാൽ കഷായം. നമ്മൾ ചെറിയൊരു ബ്രൗൺ നിറം ഉണ്ടാകും കഷായത്തിൽ. നമ്മൾ ഓർക്കുക, കഷായം വെച്ചിട്ട് പാല് തുല്യ അളവ് ചേർത്ത് പാലളവാക്കി വറ്റിച്ച് ഇതാണ് കഷായം നന്നായിട്ട് അരിച്ചതിന് ശേഷമാണ് നമ്മൾ പാൽ കഷായം ഉണ്ടാക്കിയത്. ഇത് കഴിയുന്നതും അധികം വൈകാതെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഉണ്ടാക്കിയതിന് ശേഷം നമുക്കറിയാം പാലാണ്, കേടാവാനുള്ള സാധ്യതയുണ്ട്, മറ്റ് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചൊന്നും ഉപയോഗിക്കരുത്. കഴിയുന്നതും അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. അപ്പോൾ കുറുന്തോട്ടിയുടെ നമ്മൾ പല ഗുണഗണങ്ങളും
എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാതരോഗങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായ കുറുന്തോട്ടി അല്ലെങ്കിൽ ബല എന്നുള്ള ഈ ചെടി നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള കുറുന്തോട്ടി വൈദ്യനിർദ്ദേശം അനുസരിച്ച് നമ്മളിപ്പോൾ കണ്ട രീതിയിൽ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വാതരോഗങ്ങളിൽ നിന്നും അതിൻ്റെ ദോഷങ്ങളിൽ നിന്നും പരമാവധി മുക്തി നേടിക്കൊണ്ടുള്ളൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. നന്ദി. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.